ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു ഒരു പാചകക്കാരൻ അമ്മാവൻ. ആ പുള്ളി അടപ്രഥമം വെച്ചാണ്ടല്ലോ, അതിന്റെ രുചി ഇങ്ങനെ നാവിൽ ഒരാഴ്ച നിൽക്കും. ആ അമ്മാവന്റെ കൈപ്പുണ്യം മൊത്തം കിട്ടിയിരിക്കണത് എനിക്കാന്ന് അമ്മ പറഞ്ഞിരിക്കണേ. എന്നാ പിന്നെ പിള്ളേർക്ക് കേക്ക് വിഷ്ണുവേട്ടൻ തന്നെ ഉണ്ടാക്കി കൊടുക്ക്. ആര് പറഞ്ഞു വരില്ലെന്ന്? അവര് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് സുഖമായിട്ട് മോളെ കാണാൻ വരും. എന്നിട്ട് എന്റെ മോളും അച്ഛനും അമ്മയും എല്ലാവരും കൂടി ആ വീട്ടിലങ്ങ് താമസിക്കും. ഇപ്പൊ എന്തിനാ മോൾ അമ്മയുടെ കാര്യം ചിന്തിച്ചത്? ഒന്നുമില്ല, കാണണമെന്നൊന്ന് തോന്നി. ദേ, ഇനി അങ്ങനെ തോന്നുകയാണെങ്കിൽ, അമ്മയെ കണ്ടേ ഒക്കൂന്ന് തോന്നുകയാണെങ്കിൽ എന്റെ പപ്പിമോൾ ഓടി ചേച്ചിയമ്മയുടെ അടുത്തേക്ക് വരണം. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കൊറേ നേരം അമ്മയുടെ മോളെ മടിയിലിരുത്തും. എന്നിട്ടിതാ ഇങ്ങനെ ഉമ്മ വെക്കും, പിന്നെ ഇങ്ങനെ അള്ളി പിടിക്കും, പിന്നെ അങ്ങനെ കടിച്ചു പറിക്കും. കടിച്ചു തിന്നിട്ടേ നിന്നെ. എന്നാ പിന്നെ എന്നെയും കൂടെ കടിച്ചു തന്നോ? എന്നെ എന്തിനാ മാറ്റി വെക്കുന്നേ? ഇങ്ങ വാ, രണ്ടിനെ ഞാൻ തിന്നും, നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ കേട്ടോ. കടിച്ച് തിന്നട്ടെ. നിങ്ങളുടെ അമ്മ മനുഷ്യരെ തിന്നെ ബഹും ഇടിക്കുക. അതെ, നിന്റെ അച്ഛന്റെ എത്ര സ്വന്തക്കാരെ ഞാൻ തിന്നെന്ന് ചോദിച്ചേ? അതെ അച്ഛാ. അതെ അതെ അതെ, അമ്മ ഇപ്പൊ പറഞ്ഞ കാര്യം ചോദിക്കാനാ ആണാ? അതൊന്നും അല്ല, നാളെ നിങ്ങൾക്ക് ക്ലാസ്സിലെ കേക്ക് ഉണ്ടായിക്കൊണ്ട് ചെല്ലണം. നല്ല പണിയും കൊണ്ടാണല്ലോ എന്റെ മക്കള് വന്നിരിക്കുന്നത്. എന്താ ചേച്ചിയമ്മ അങ്ങനെ പറഞ്ഞേ? ദേ, എനിക്കിത് മുഴുവൻ നോക്കി തീർക്കേണ്ടത്. എനിക്ക് കേക്ക് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. നമുക്ക് ഏതെങ്കിലും ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കാം. ഏയ്, അത് പറഞ്ഞാ പറ്റില്ല. ഹോം മെയ്ഡ് കേക്ക് തന്നെ വേണോന്നാ. ഓ, കുട്ടികളുടെ പാചകത്തിലെ വാസന വികസിപ്പിക്കുന്നതിനുള്ള പരിപാടിയാ. അതിപ്പോ എന്ത് വികസന പരിപാടിയാണെങ്കിലും പെട്ടു പോകുന്നത് ഞങ്ങള് പാരന്റ്സ് അല്ലേ. നോക്ക് മോളെ, കേക്കൊന്നും അത്ര എളുപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. ആര് പറഞ്ഞു? ഇത്ര ഈസി ആയിട്ടുള്ള കാര്യം വേറെ ഇല്ല. അച്ഛനുണ്ടാക്കാൻ അറിയാവോ? അറിയാവോന്നേ, ഇതൊക്കെ കഴിഞ്ഞിട്ടില്ലേടി അച്ഛനിങ്ങനെ ഇവിടെ നിക്കണേ. ആണോ വിഷ്ണു അച്ഛാ? പിന്നല്ലാതെ. അതെ, നിങ്ങളുടെ അമ്മയ്ക്ക് വലിയൊരു തോന്നലുണ്ട്, ഇവള് വലിയ പാചകറാണിയാന്നും കുടുംബശ്രീ ശാരദയുടെ മകളാന്നും ഇവരുടെ കുടുംബത്തിന് മാത്രമേ പാചകം അറിയുന്നുള്ളൊരു വല്ലാത്ത തോന്നല അവരുടെ. പക്ഷെ അതൊന്നുമല്ല സത്യം. പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു ഒരു പാചകക്കാരൻ അമ്മാവൻ. ആ പുള്ളി അടപ്രഥമം വെച്ചാണ്ടല്ലോ, അതിന്റെ രുചി ഇങ്ങനെ നാവിൽ ഒരാഴ്ച നിൽക്കും. ആ അമ്മാവന്റെ കൈപ്പുണ്യം മൊത്തം കിട്ടിയിരിക്കണത് എനിക്കാന്ന് അമ്മ പറഞ്ഞിരിക്കണേ. എന്നാ പിന്നെ പിള്ളേർക്ക് കേക്ക് വിഷ്ണുവേട്ടൻ തന്നെ ഉണ്ടാക്കി കൊടുക്ക്. ആ പാചകക്കാരൻ അമ്മാവന്റെ കഴിവ് വിഷ്ണുവേട്ടന് കിട്ടിയിട്ടുണ്ടോന്നും അറിയാലോ. അത് ശരിയാ. എന്നാ പിന്നെ അച്ഛനുണ്ടാക്കി തന്നാ മതി കേക്ക്. കേക്ക് വിഷ്ണു അച്ഛൻ തന്നെ ഉണ്ടാക്കിയാ മതി. ഒന്ന് ഉണ്ടാക്കി കൊടുക്കും മാഷേ, അറിയാവുന്ന പണിയല്ലേ. കളിയാക്കൊന്നും വേണ്ട. വേണ്ടി വന്നാലേ നല്ല ഒന്നാന്തരം കേക്ക് ഞാൻ ഉണ്ടാക്കും. എന്റെ മാഷേ, നമുക്കിവിടെ വേണ്ടതേ വാചകമല്ല, പാചകമാ. അത് ചെയ്ത് കാണിക്കാൻ പറ്റുമോ ഇല്ലേ? ഞാൻ കാണിക്കും. അതെ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു ഭാവമുണ്ട്, ആണുങ്ങൾക്ക് പാചകം പറ്റില്ല എന്ന്. എന്നാ കണ്ടോ, ഞാനേ ഈ വെല്ലുവിളി ഉണ്ടല്ലോ, അത് സ്വീകരിച്ചിട്ട് കേക്ക് ഉണ്ടാക്കാൻ പോവാ കേട്ടാ. അതിന് മുമ്പ് ഒരു സാധനം വേണല്ലോ. ഇത് മതി. ഇതെന്തിനാ? അത് ഇങ്ങനെ തന്നെ. എന്തിനാ വിഷ്ണു അച്ഛാ? അതൊക്കെ ഇതെന്തിനാ അച്ഛ തലയെ കെട്ടുന്നത്? ഓള് സിനിമ കണ്ടിട്ടില്ലേ, ഈ ആണുങ്ങൾ പാചകം ചെയ്യാൻ പോകുമ്പോ തലയിൽ കെട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കെട്ട്. അത് മസ്റ്റാണ്. തലയ്ക്കെട്ട് മാത്രം പോരാ, പാചകം ചെയ്യാനേ തലയ്ക്കകത്തോടി എന്തെങ്കിലും വേണം. അത്യാവശ്യം പാചകം ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ ഈ തലയ്ക്കകത്തുണ്ട് കേട്ടാ. ശരി, എങ്കി പറ, ഈ കേക്ക് ഉണ്ടാക്കാനേ എന്തൊക്കെയാ വേണ്ടത്? ഞങ്ങളങ്ങനെ കാണാൻ പോണ പോരേ പറഞ്ഞറിയിക്കാറില്ല.
നീ കണ്ടോ വിഷ്ണുവിന്റെ പാചക മാമാങ്കം? ഇപ്പൊ ശരിക്ക് തരാം. അമ്മേനും മക്കളെയും കേക്ക് തിരിച്ചു കൊല്ലും ഞാൻ. വല്ലതും നടക്കോ ചേച്ചിയമ്മേ? ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞല്ലേ പോയത്. നമുക്ക് നോക്കാം. വാ സത്യ, നമുക്ക് നോക്കാം. വാ. ഇതൊക്കെ എവിടെ? ഇതിപ്പോ എങ്ങനെയും തുടങ്ങാ? എന്താ വിഷ്ണു ആലോചിച്ച് നിക്കുന്നേ? തുടങ്ങല്ലേ? ഡൺ. അമ്മേ, അച്ഛൻ കേക്ക് ഉണ്ടാക്കാൻ പോവാ. ആ, ഞാനൊന്ന് നോക്കട്ടെ. ആദ്യം മൈദ. മൈദ എവിടെയാ? ഇതന്നെയല്ലേ മൈദ? അതെ, എനിക്കറിയാലോ. ഞാൻ അറിയൂന്ന് ടെക്സ്റ്റ് ചെയ്തതാ. മൈദ ആദ്യം ഉണ്ടല്ലോ മക്കളെ, ഈ മൈദ ഇങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങനെ ബൗളിലേക്ക് ഇടുക. കുറച്ച് കുറച്ച് കുറച്ച്. ഇതൊക്കെ അച്ഛ എപ്പോഴേ തുടങ്ങിയതാ മക്കളെ. ഇനിയിപ്പെന്താ? ഇനി നമ്മൾ മുട്ട എടുക്കാൻ പോടും. വിഷ്ണു ഫോണിൽ നോക്കണോ? എന്തിന്? യൂട്യൂബിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ എനിക്ക് അറിയണല്ലേ മക്കളെ. യൂട്യൂബ് ഒന്ന് നോക്കിക്കൂടാ, എല്ലാ കളമാരാ. ഇനി നമ്മൾ മുട്ട പൊട്ടിക്കുന്നു. ഇതിപ്പോ എങ്ങനെ പൊട്ടിക്ക? കേട്ടാ, ഇങ്ങനെയാണ് മുട്ട പൊട്ടിക്കുക. കേട്ടാ? ആ മക്കളെ, എന്റെ മക്കൾ ഇതൊക്കെ കണ്ട് പഠിക്കണേ. നിങ്ങളുടെ സ്കൂളിലെ ഈ കേക്ക് ആയിരിക്കും ബെസ്റ്റ് കേക്ക്. എനിക്കറിയട്ടെ മക്കളെ, കോൺസെൻട്രേഷൻ കളയിൽ പറയട്ടാ. അച്ഛൻ ചെയ്തോളൂ അമ്മേ. വിഷ്ണു ഫോണിൽ നോക്കണോ? ഒരൊറ്റ മിണ്ടിപ്പോരിത്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അല്ലേ അമ്മ എന്ത് കരുതി? അച്ഛനിതൊന്നും അറിയില്ലെന്നോ? ചേച്ചമ്മ നോയിക്കോ, ഈ കേക്ക് പൊളിയായിരിക്കും. പൊളി. പൊളിയായിരിക്കോ പൊളിഞ്ഞു പോവോന്നൊക്കെ നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോ നോക്കാം.